താമരശ്ശേരി ചുരത്തിലൂടെ ഒറ്റ വരിയായി ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ തീരുമാനം. ഭാരമേറിയ വാഹനങ്ങൾ അനുവദിക്കില്ല. ചുരത്തിലെ കല്ലും മണ്ണും പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ എന്നത് ഇന്ന് പകല് പല സമയത്തായി അങ്ങനെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരമൊരു സുരക്ഷാ ഭീഷണി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണോ ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്? വിജയകുമാർ, അങ്ങനെയല്ല. നിലവിൽ താമരശ്ശേരി ചുരത്തിൽ ശക്തമായ മഴയുണ്ട്. മണ്ണിടിയാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. കാരണം ചെറിയ വാഹനങ്ങൾ മഴയില്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് ചെറിയ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. വലിയ വാഹനങ്ങൾ ഒരു തരത്തിൽ പോലും അതുവഴി കടത്തിവിടില്ല. ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടായിരുന്നു ഈ ഒരു യോഗം ചേർന്നത്. ആ യോഗ തീരുമാനങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഒറ്റ ലൈനായി ചെറുവാഹനങ്ങൾ കടത്തിവിടും. ഈ ഇളവ് മഴ കുറയുന്ന സമയങ്ങളിൽ മാത്രമാണ്. മാത്രമല്ല, ഭാരമേറിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഒട്ടും അനുവദിക്കില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ചുരത്തിലെ കല്ലും മണ്ണും പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും അടർന്നു വീഴാൻ, മണ്ണ് അല്ലെങ്കിൽ കല്ല് അടർന്നു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴി കടന്നു പോകുന്ന ഇത്തരം ഈ ഒരു മഴയില്ലാത്ത സമയങ്ങളിൽ മാത്രമേ യാത്ര അനുവദിക്കാൻ കഴിയൂ എന്ന ഒരു കർശന നിർദ്ദേശമാണ് ഇന്നത്തെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഈ ചുരത്തിൽ രാത്രി സമയങ്ങളിൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കളക്ടർ എന്ന വിവരമാണ് നമുക്ക് നിലവിൽ ലഭ്യമാവുന്നത്. മാത്രമല്ല, ഈ താഴെ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ താമരശ്ശേരി ഭാഗങ്ങളിലെല്ലാം തന്നെ ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റിടങ്ങളിലേക്ക് പോകുന്നവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റ്യാടി, നാടുകാണി ചുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കണമെന്നും ഒരു നിർദ്ദേശവും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. നിലവിൽ താമരശ്ശേരി ചുരം റോഡിൽ വീണ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാറക്കല്ലുകളും മണ്ണും പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, മഴ തുടരുന്നുണ്ട് ചുരത്തിൽ. ഇപ്പോഴും താമരശ്ശേരി മേഖലയിൽ അതിശക്തമായ മഴയുണ്ട്. ചുരത്തിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിലേക്ക് ഇത്തരത്തിൽ മണ്ണും കല്ലും വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയ നിരീക്ഷണം അവിടെ ഏർപ്പെടുത്താനും ഇന്നത്തെ ഒരു യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്തുതന്നെയും പൂർണ്ണമായും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഇളവ് അനുവദിച്ചിട്ടുണ്ട്. മഴ ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് ചെറിയ വാഹനങ്ങൾ ഒറ്റ ലൈനായി കടത്തിവിടാൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. വിജയകുമാർ, മഴയില്ലാത്ത സമയത്ത് ചെറുവാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി ചുരം റോഡിലൂടെ കടത്തിവിടാം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവിടെ കനത്ത മഴ പെയ്യുന്നുണ്ട്. മഴ കുറയുമ്പോൾ, മഴ ഇല്ലാത്ത സമയത്ത് ചെറുവാഹനങ്ങൾ ഒറ്റ വരിയായി കടത്തിവിടാം എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. വലിയ യാത്രാ പ്രശ്നമുണ്ട്. വയനാട് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് ഇത്തരം നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടമൊക്കെ കടക്കുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണി പൂർണ്ണമായും ഒഴിവായി എന്നിപ്പോഴും പറയാനും കഴിയില്ല. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.